തിരുവനന്തപുരം കിളിമാനൂരിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ റവന്യൂ മിച്ചഭൂമി കയ്യേറി കുടിൽ കെട്ടി സമരം നടത്തി. പഴയ കുന്നുമേൽ പഞ്ചായത്ത് ഇരപ്പിൽ നഗറിലെ 12 കുടുംബങ്ങളാണ് അതിജീവനത്തിനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്കുള്ള ദൂരം നടന്നാണ് മലഞ്ചെരുവിൽ നിന്ന് ഇവർ മിച്ചഭൂമിയിലേക്ക് എത്തിയത്. മഴ പെയ്താൽ വീട് മണ്ണെടുക്കുമെന്ന ഭീഷണിയിൽ കഴിയുന്ന 14 കുടുംബങ്ങൾ. അതിൽ 12 പേർ ദളിത് വിഭാഗത്തിലുള്ളവർ, 2 സെന്റും വീടും മാത്രം സ്വന്തമായുള്ളവർ. ഞങ്ങൾ ഈ കോളനിയിൽ ഒരു 10-14 വീടുകളാണ് ഇവിടെ ഈ കോളനിയിലുണ്ട്. ഈ കോളനിയിൽ വഴിയില്ല, വീടില്ല, ഒന്നുമില്ല. ഈ പഞ്ചായത്തുകാർ എല്ലാവരും പിന്നെ ഒരേ കാര്യത്തിന് വരുമ്പോഴും പറയുന്നത് അനുവദിച്ച് തരാം, ഇവിടെയൊക്കെ വഴിക്ക് എത്ര കോടി രൂപകൾ അനുവദിച്ചിട്ടുണ്ട്, ഇതെല്ലാം അവർ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഇതിൻ്റെ ഒരു നിയമം ഇതുവരെ വന്നിട്ടുമില്ല. ഇതുവരെ ഈ കഴിഞ്ഞ മാസത്തിൽ വെള്ളപ്പൊക്കത്തിനും ഇതൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ ഒരു മിച്ചഭൂമിയിൽ ഞങ്ങൾ കുടിൽ കെട്ടി പിന്നെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇരപ്പിൽ നഗറിലേക്ക് നല്ല റോഡില്ല. രോഗം വന്നാൽ വീട്ടിൽ കിടന്ന് മരിക്കേണ്ട ഗതികേട്. വർഷങ്ങൾക്ക് മുമ്പാണ് മലഞ്ചെരുവിൽ 14 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി വീട് നിർമ്മിച്ചത്. അപകടം മുന്നിലുള്ള സ്ഥലത്ത് വീട് നൽകിയതിനെതിരെ പലതവണ പഞ്ചായത്തിന് പരാതി കൊടുത്തു. ഉത്തരമില്ല. ഇതോടെയാണ് റവന്യൂ മിച്ചഭൂമി കയ്യേറി കുടുംബങ്ങൾ കുടിൽ കെട്ടിയത്. മണ്ണിടിച്ചിൽ ആണ്, അതുകൊണ്ട് ഇത് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത മഴയത്ത് ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം ആരുടെയും വീടിന് മുറ്റവും ഇല്ല, എല്ലാം അതിലെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഏത് സമയമാണ് മറിയണമെന്ന് പറയാൻ പറ്റത്തില്ല. 1 ഏക്കർ അടുപ്പിച്ച് ഇവിടെ മിച്ചഭൂമിയായിട്ട് കിടപ്പുണ്ട്. അത് പല പ്രാവശ്യമായിട്ട് നമ്മൾ പലരുടെ ആയിട്ട് നമ്മൾ പറഞ്ഞു. പഞ്ചായത്തിലും വില്ലയിലും പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അവരാരും ഞങ്ങൾക്കത് തരുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് കയറി കിടക്കാട ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം ഇവിടെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു കുടിൽ കെട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ അതിൽ താമസിക്കുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പിടി മണ്ണ് തന്ന് അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടായേ പറ്റുള്ളൂ. കുടുംബങ്ങളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും കാത്തിരിക്കുന്നത്. ഇനിയൊരു മുണ്ടക്കയും വിലങ്ങാടുമുണ്ടാവാൻ അധികാരികൾ ഇവരെ വിട്ടുകൊടുക്കരുത്. 24 തിരുവനന്തപുരം.